എല്ലാവർക്കും എൻ്റെ ചാനൽ ഡാസ്ലിംഗ് ലോട്ടസിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഒരു DIY വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു റോപ്പ് ബാസ്ക്കറ്റ് ആണ്. ഈ റോപ്പ് ബാസ്ക്കറ്റ് it's all over the internet actually. അപ്പോൾ ഞാൻ കരുതി why can't we make it ഒന്ന് കസ്റ്റമൈസ് ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കിയാൽ how it will be കരുതി. അപ്പോൾ അങ്ങനെയാണ് ഈ വീഡിയോയുടെ കോൺസെപ്റ്റ് വന്നത്. അപ്പോൾ നമുക്ക് ഇതിന് ആവശ്യമുള്ളത് 1-2 സാധനങ്ങൾ മാത്രമാണ്. ഡെഫിനറ്റ്ലി റോപ്പ്, ആൻഡ് ഇവിടെ ഞാൻ ഈ റോപ്പ് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലൂ സ്റ്റിക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ റോപ്പ് ബാസ്ക്കറ്റ് എന്തായിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇറ്റ് ഈസ് അപ് ടു യു ഹൗ ഡു യു വോണ്ട് ടു കസ്റ്റമൈസ് ഇറ്റ് ടു യുവർ സ്പേസ്. അപ്പം നമുക്കിത് വേണമെങ്കിൽ സ്റ്റോറേജ് ആയിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇൻഡോർ പ്ലാന്റ് പോട്ടറായിട്ട് ഉപയോഗിക്കാം, ഐ മീൻ പ്ലാന്റ് പോട്ടായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. അപ്പം എന്നും പറയുന്നത് പോലെ തന്നെ എൻ്റെ കണ്ടന്റ്സ് നിങ്ങൾക്ക് ഇഷ്ടമാണ്, ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിംഗ് എന്ന് പറയുമ്പോൾ താഴെ കാണുന്ന ആ റെഡ് ബട്ടൺ അമർത്തണം. അതിനോടൊപ്പം തന്നെ അതിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ഐക്കണും അമർത്തുക. അപ്പൊ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ എന്ത് അപ്ഡേറ്റ് ഉണ്ടെങ്കിലും ഉടനടി നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. എൻ്റെ ചാനലിൽ ഉണ്ടാവുന്ന ഓരോ അപ്ഡേറ്റ്സ് നിങ്ങൾ മിസ്സാക്കുന്നതല്ല. ഇനിയിപ്പോൾ അധികം താമസിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. എൻ്റെ മാച്ച് കേട് വരാതിരിക്കാൻ വേണ്ടി ആദ്യം തന്നെ ഞാൻ ഒരു വൈറ്റ് പേപ്പർ അവിടെ ഇട്ടിട്ടുണ്ട്. ഇതാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന റോപ്പ്. പിന്നെ ഗ്ലൂ സ്റ്റിക്ക് ഞാൻ അവിടെ ചൂടാവാൻ വേണ്ടിയിട്ട് കുത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ ലെറ്റ്സ് ബിഗിൻ. പിന്നെ നമുക്ക് ഈ റോപ്പ് ബാസ്ക്കറ്റിൻ്റെ ബേസ് ആദ്യം ചെയ്യാം. ഇതിങ്ങനെ ചുരുട്ടിയെടുത്ത് ഈ ചുരുട്ടുന്നതിനോട് ഒപ്പം തന്നെ ഞാനത് ഗ്ലൂ സ്റ്റിക്ക് വെച്ച് പയ്യെ ഒട്ടിച്ചെടുത്ത് ഇതുപോലെ ആക്കിയെടുക്കണം. ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. റോപ്പുമായിട്ട് ഒട്ടാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നല്ല ക്ഷമയോടെയും കെയർഫുള്ളിയും ഇത് ഒന്ന് പിടിച്ച് കുറച്ച് നേരം ഒന്ന് ഇരുന്നാൽ നന്നായി ഇത് ഒട്ടും. നമ്മുടെ ഡിസൈഡ് ഷേപ്പിൽ അത് വരും. ഇൻ്റർവെൽസ് ഓഫ് ടൈമിൽ നമ്മളിതിങ്ങനെ ഒന്ന് ഫ്ലാറ്റൻ ചെയ്യാൻ മറക്കരുത്, അല്ലെങ്കിൽ ചിലപ്പോൾ നിലത്ത് വെക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇത് അൺഈവൻ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് വെച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്യുക ഈവൻലി ആണോ നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത്. അത് കുറച്ചായിട്ട് ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് ഇതെനിക്ക് ഇനഫായിരിക്കും ഞാൻ ഉദ്ദേശിക്കുന്ന കൊട്ടയ്ക്ക് ഫോർ ദ ബാസ്ക്കറ്റ്. ഒട്ടിക്കുന്നതിനോടൊപ്പം തന്നെ ഞാനിത് ഫ്ലാറ്റൻ ചെയ്ത് പോയതുകൊണ്ട് നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ ബേസ്. ഇനിയിപ്പം ഞാൻ എന്താ പ്ലാൻ ആക്കുന്നതെന്ന് വെച്ചാൽ ഇതിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഇനി നമുക്ക് മേലോട്ടുള്ള പോർഷനാണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ കെയർഫുള്ളി
ഹാൻഡിൽ ആവശ്യമാണ്. അപ്പം ഞാൻ ഇങ്ങനെ ഒരു ബമ്പ് കൊടുത്തിട്ട് പിന്നെ ഒട്ടിക്കാൻ പോകുന്നത്. ഓക്കെ, ഞാൻ പശ വെച്ചിട്ട് ആദ്യം ഒന്ന് ഫസ്റ്റ് ബിഗിനിങ് സെക്യൂർ ചെയ്യാൻ പോവാണ്. ഒരു ചെറിയ ബമ്പ്, ഒരു വളവ്, ഒരു ബമ്പ് ഓടാൻ പോയി. My God, I can't believe this have turned out to be so beautiful. അപ്പോൾ നമ്മുടെ കൊട്ട ഓൾമോസ്റ്റ് റെഡി ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ വെക്കാം. എനിക്ക് ഇഷ്ടമാണ് ഇത് ഇങ്ങനെ വെക്കാന്ന് വെച്ചെങ്കിൽ ഇങ്ങനെ വെക്കാം. സോ ദിസ് ഇസ് ഹൗ ഇറ്റ് ലുക്സ് ലൈക്ക് ഓവറോൾ. നല്ല ബേസ് എല്ലാം നല്ല പ്രോപ്പറായി വന്നിട്ടുണ്ട്. ഇറ്റ്സ് ക്വൈറ്റ് ഹാർഡ് ഓൾസോ. ഷേപ്പിൽ എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പിടിച്ച് അമർത്തി അത് ശരിയാക്കാം. ആക്ച്വലി റൗണ്ട് ആക്കണമെങ്കിൽ ആക്കാം. അപ്പോൾ എനിക്ക് ഓവറോൾ ഇത് കുറച്ച് മറ്റേ ഗ്ലൂ സ്റ്റിക്കിൻ്റെ ഈ വയർ പോലത്തെ സാധനങ്ങളുണ്ട്, ബട്ട് ദാറ്റ് ക്യാൻ ബി റിമൂവ്ഡ്. ഇത് നല്ല നല്ല രസത്തിൽ വന്നിട്ടുണ്ട്. ചില സ്ഥലത്തൊരു വളവ് പോലെയൊക്കെ ഉണ്ട്, അവിടെ നമുക്കിങ്ങനെ ഇങ്ങനെ ആക്കി കൊടുത്താൽ അത് ശരിയാവുന്നതാണ്. അപ്പോൾ ദിസ് ഹാവ് ടേൺ ഔട്ട് ടു ബി വെരി നൈസ്. സത്യം പറഞ്ഞാൽ വെരി വെരി നൈസ്. ഞാൻ വിചാരിച്ചതിനേക്കാളും നന്നായിട്ടുണ്ട് ഇത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ വെക്കാം. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് യു ഗോണ യൂസ് ഇറ്റ് ആസ്. പക്ഷേ ഞാൻ കരുതി കുറച്ച് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യാം ഇതിലേക്ക്, കുറച്ചും കൂടി ഒന്ന് ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് പഴയതാണ്, പണ്ടെങ്ങാനും നാട്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു ലേസാണ്, ഒരു മിറർ ലേസാണ്. ആക്ച്വലി കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല, ഫോക്കസ് ആവുന്നില്ല. ഫോക്കസ് ആവുന്നില്ല. ഓക്കെ, ദിസ് ഇസ് ലൈക്ക് എ മിറർ ലേസ്. അപ്പോൾ ഈ ലേസ് വെക്കാം. അതുപോലെ എന്തായാലും വുളൻ ത്രെഡ്സ് ഉണ്ട്, അത് വെച്ച് ടാസിൽസ് ഉണ്ടാക്കി ഇങ്ങനെ ഇവിടെ തൂക്കാമെന്നാണ് പ്ലാന്. അപ്പോൾ അത് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് എനിക്ക് എത്ര നീളം വേണ്ടതെന്ന് വെച്ചാൽ ഒരു ഇത്ര നീളത്തിലുള്ള ടാസിൽ ഉണ്ടാക്കാമെന്നാണ് ഞാൻ ഇപ്പോൾ കരുതുന്നത്. അതിനനുസരിച്ച് ഞാൻ വെട്ടിയെടുത്തതിന് ശേഷം ഒരു കുഞ്ഞു സ്ലിറ്റ് ഞാൻ ഇവിടെ ഇടാണ്. കുഞ്ഞു സ്ലിറ്റ് ഇട്ട് അതിലോട്ട് ഇതിനെ ഇറക്കി വെക്കാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കെയർഫുള്ളി ഇതൊന്ന് ചുറ്റുക. കെയർഫുള്ളി
വെച്ചിരിക്കുകയാണ്. നമ്മുടെ വീഡിയോയുടെ എൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ഐ കാൺട്ട് ബിലീവ് ഈ ബാസ്ക്കറ്റ് എനിക്ക് ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റിയത്. നിങ്ങൾക്ക് കാണാം ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഹാവ് ടേൺ ഔട്ട് ടു ബി. ഇതിപ്പോൾ ഞാൻ എന്തായിട്ട് യൂസ് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല. ആക്ച്വലി എനിക്ക് കുറേ ഐഡിയാസ് മനസ്സിൽ വരുന്നുണ്ട്. ബട്ട് മോസ്റ്റ് പ്രോബബ്ലി ഞാനിതൊരു ലൈക്ക് ഇൻഡോർ പ്ലാന്റർ ആയിട്ടായിരിക്കും യൂസ് ചെയ്യുക. എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ഈ ബാസ്ക്കറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു ഹിറ്റ് ദാറ്റ് ലൈക്ക് ബട്ടൺ. അതുപോലെ നിങ്ങൾ ഈ കൊട്ട റീക്രിയേറ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ നിങ്ങളിത് നിങ്ങളുടെ വീട്ടിലേക്ക് വേണ്ടി ഉണ്ടാക്കുകയാണ് വെച്ചെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു ടാഗ് മീ ഓൺ ഇൻസ്റ്റാഗ്രാം ആൻഡ് ഫേസ്ബുക്ക്. എൻ്റെ 2 സോഷ്യൽ മീഡിയ ഹാൻഡിലിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഡോണ്ട് ഫോർഗെറ്റ് ടു ഫോളോ മീ ദേർ. അതുപോലെ മറ്റൊരു എക്സൈറ്റിംഗ് വീഡിയോയിൽ വീണ്ടും നമ്മൾ കണ്ടുമുട്ടുന്നത് വരേക്കും ദിസ് ഇസ് ഷംസിയ സൈനിങ് ഓഫ്. ബൈ, ടേക്ക് കെയർ.